ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. കർത്താവിൻ്റെ വചനം നാം ചിന്തിക്കുകയാണ്, തിരുവചനത്തിന് മുമ്പാകെ നാം ഇരിക്കുകയാണ്. ഈ വചനം നമ്മെ അനുഗ്രഹിക്കും, ഈ വചനം നമ്മെ സൗഖ്യമാക്കും, ഈ വചനം നമ്മെ വളർത്തും, ഉയർത്തും, ഈ വചനം നമുക്ക് അഭിവൃദ്ധി തരും. കർത്താവിന് സ്തോത്രം. വചനം നമ്മുടെ ദുഃഖം മാറ്റും, നമുക്ക് ആനന്ദം തരും. കഴിഞ്ഞ കുറേ നാളുകളായി നാം ചിന്തിച്ചത് സന്തോഷത്തെക്കുറിച്ചാണ്. നമ്മൾ ഇനി ഒത്തിരി ചിന്തിക്കാനുണ്ടെങ്കിലും അതിലേക്ക് ഇനി പോകുന്നില്ല. ഇന്ന് ഒരു പുതിയ സന്ദേശം കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവമക്കളുടെ മുമ്പാകെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിനുള്ള കൃപയും നൽവരങ്ങളും തരട്ടെ. നിങ്ങൾ ഈ കേൾക്കുന്ന ഓരോരുത്തർക്കും ഈ തിരുവചനം കേൾക്കുന്നത് മൂലം കർത്താവ് ധൈര്യവും ഉറപ്പും പ്രത്യാശയും പുതിയ ഒരു ജീവിത അനുഭവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്ക് വായിക്കാം ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 37-ാമത്തെ വാക്യം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ആ വാക്ക് നാം ശ്രദ്ധയോടെ അർത്ഥമറിഞ്ഞ് അതിൻ്റെ ആഴം മനസ്സിലാക്കിക്കൊണ്ട് ആ തിരുവചനം ധ്യാനിച്ചാൽ, വായിച്ചാൽ നമുക്കൊരുപാട് ശക്തി കിട്ടും. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. കർത്താവിന് സാധ്യമല്ലാത്ത ഒരു കാര്യവുമില്ല. ദൈവത്തിനെല്ലാം സാധ്യമാണ്. അത് തിരിച്ച് നാം പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ദൈവത്തിനെല്ലാം സാധ്യമാണ്. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. കർത്താവിന് സ്തോത്രം. ഈ സംഭവം നിങ്ങൾക്കറിയാം. ഏത് അസാധ്യമായ കാര്യമാണ് ദൈവം സാധിപ്പിച്ചു കൊടുത്തതെന്നാണ് നാം ഇനി ചിന്തിക്കാൻ പോകുന്നത്, ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയുള്ളതായ അനേക കാര്യങ്ങൾ, അസാധ്യമായ കാര്യങ്ങൾ ദൈവം എങ്ങനെ സാധിപ്പിച്ചു എന്ന് നമ്മുടെ ബൈബിളിനെ ആസ്പദമാക്കി പുതിയ നിയമത്തെയും പഴയ നിയമത്തെയും, ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ആൻഡ് ന്യൂ ടെസ്റ്റ്മെൻറ്റിനെ ബേസ് ചെയ്ത് ദൈവവചനത്തിൽ കേന്ദ്രീകരിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിച്ച് തുടങ്ങാം, ചിന്തിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 26-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രയത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസെഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. മറിയ എന്ന ഒരു കന്യകയുടെ അടുക്കൽ ദൈവം തൻ്റെ ദൂതനെ, ഗബ്രിയേൽ ദൂതനെ അയക്കുകയാണ്. ദൂതൻ അടുത്ത് ചെല്ലുന്നു. അത് ഏതെങ്കിലും ഒരേ ഒരു വ്യക്തിക്ക് ഒരിക്കലായി സംഭവിച്ച ഒരു കാര്യമല്ല. ദൂതന്മാർ നമ്മെ സന്ദർശിക്കും. ദൂതന്മാർ നമുക്ക് സന്ദേശങ്ങൾ തരും. ദൂതന്മാർ നമ്മെ സംരക്ഷിക്കും. ഒരുപക്ഷെ നാം അറിഞ്ഞു കാണുകയില്ല. എത്രയോ ആപത്തുകളിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, വലിയ അപകടങ്ങളിൽ നിന്നുമാണ് ദൈവം നമ്മെ വിടുവിച്ചത്. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ ഒരു നെല്ലടയ്ക്ക് അങ്ങ് മാറിപ്പോയി അപകടം, ഇല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ പറയും. നമ്മൾ അറിയുന്നില്ല, ദൈവം തൻ്റെ ദൂതനയച്ചത് നമ്മളെയോ നമ്മുടെ വാഹനത്തെയോ എടുത്തു മാറ്റിയതായിരുന്നു. നമുക്ക് മനസ്സിലായില്ല എന്നേ ഉള്ളൂ. ദൈവം സംരക്ഷിച്ച വിധങ്ങൾ. എൻ്റെ പ്രിയരെ, കർത്താവിൻ്റെ ദൂതൻ ദൈവം അയച്ച ദൂതൻ സംരക്ഷിച്ചതുകൊണ്ടല്ലേ നാം ഇതുവരെയും അപകടത്തിൽപ്പെടാതെ, മരണത്തിൽപ്പെടാതെ നാം രക്ഷപ്പെട്ടു പോകുന്നത്. യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമറിഞ്ഞ് അവർ വിടുവിക്കുന്നുവെന്ന് തിരുവചനത്തിലുണ്ട്. ദൂതൻ സന്ദേശം അയക്കുന്നു, ദൈവത്തിൻ്റെ വചനം കൊടുക്കുന്നു കന്യകയായ മറിയയ്ക്ക്. എന്താണ് സന്ദേശം? ദൂതൻ അവളുടെ അടുക്കൽ ചെന്നു. സ്തോത്രം. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞു. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. എന്താണ് കൃപ? ദൈവത്തെ തന്നെ ലഭിക്കുന്നതാണ് കൃപ. ചില നന്മകൾ ലഭിക്കുന്നത് മാത്രമല്ല കൃപ. അർഹതയില്ലാത്ത ദാനം ആണ് കൃപ എന്നതിൻ്റെ അർത്ഥം. ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ അർഹതയില്ലാത്ത ദാനം. എന്നാൽ ഏറ്റവും വലിയ ദാനം എന്താണ്? ക്രിസ്തുവാണ് ഏറ്റവും വലിയ ദാനം. യേശുവിനെ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് ഭാഗ്യം. ഈ മറിയയ്ക്ക് ലഭിച്ച ഭാഗ്യം, ദൈവം നിന്നോട് കൂടെയുണ്ട്, അതാണ് കൃപ. സ്തോത്രം. എന്നിട്ട് എന്തു പറഞ്ഞു? ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേര് വിളിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് മറിയയ്ക്ക് മനസ്സിലായി. പക്ഷേ
വിവാഹം നിശ്ചയിച്ചിട്ടേ ഉള്ളൂ, കന്യകയാണ്. പുരുഷ സ്പർശമേൽക്കാത്ത സ്ത്രീ കന്യക. അവളോട് പറയുകയാണ്, നീ ഗർഭം ധരിക്കും, നീ ഒരു മകനെ പ്രസവിക്കും. ഒരു കന്യകയായ യുവതിക്ക്, വിവാഹം ഉറപ്പിച്ചു വെച്ച ആ സ്ത്രീക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ് ദൂതൻ പറഞ്ഞത്. അതേ പ്രിയരെ, നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ ദൂതൻ പറയുന്നത്, ദൈവം പറയുന്നത്. നാം അത് വിശ്വസിക്കുക, അതിന് കീഴ്പ്പെടുക. അപ്പോൾ വൻ കാര്യങ്ങൾ നടക്കും. ഈ അസാധ്യമായ കാര്യം എങ്ങനെ സാധ്യമായി? ദൂതൻ പറയുകയാണ്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുക, അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്ക് രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. കുറേ വാഗ്ദത്തങ്ങൾ കൊടുക്കുകയാണ്. അമ്പരം നിൽക്കുന്ന മറിയയോട് ദൂതൻ വീണ്ടും വീണ്ടും സംസാരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. എന്തിനാണ് സംസാരിച്ചത്? അമ്പരപ്പ് മാറ്റാൻ, ഭയപ്പാട് മാറ്റാൻ, കൺഫ്യൂഷൻ മാറ്റാൻ, ഇതെങ്ങനെ സംഭവിക്കുമെന്നുള്ളതായ ചിന്താക്കുഴപ്പം മാറ്റാൻ വീണ്ടും കർത്താവ് സംസാരിക്കുകയാണ്. അതേ പ്രിയരെ, നമ്മെ ഒരു ആത്മീയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ചിന്താക്കുഴപ്പത്തിൽ കുരുക്കിയിടുന്നവനല്ല നമ്മുടെ ദൈവം. ദൈവം ക്ലാരിറ്റി തരുന്ന ദൈവമാണ്. നമ്മെ ക്ലിയർ പാത്തിലൂടെ നടത്തുന്ന ദൈവമാണ്. ശരിയായ വഴിയിലൂടെ യഥാർത്ഥ കാഴ്ചപ്പാട് തന്ന് നമ്മെ നടത്തുന്ന നല്ല ദൈവം. മറിയയ്ക്ക് ഒരുപാട് സംശയങ്ങൾ, ഇതെങ്ങനെ സംഭവിക്കും? മറിയ ചോദിക്കുകയാണ്, 34-ാമത്തെ വാക്യം, മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയാതിരിക്കുകയാൽ ഇതെങ്ങനെ സംഭവിക്കും? നാളിതുവരെയും, ലോകമുണ്ടായ കാലം മുതൽ ഇതുവരെയും സംഭവിക്കാത്തൊരു കാര്യം. നമുക്കറിയാം, ആദാമിന് ഭാര്യയായി ഹവ്വായെ ദൈവം സൃഷ്ടിച്ചതൊഴികെ ബാക്കി എല്ലാ ജന്മങ്ങളും നടന്നത് പുരുഷ സ്പർശത്തിലൂടെയാണ്, സ്ത്രീയും പുരുഷനും ചേർന്നാണ്. പക്ഷെ ഇവിടെ ദൂതൻ പറയുകയാണ്, അതുവരെ സംഭവിക്കാത്തൊരു സൂപ്പർ നാച്ചുറൽ കാര്യം അതുവരെ സംഭവിച്ചിട്ടില്ല. അതേ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിക്കാത്തത്, നിങ്ങൾ കേൾക്കാത്തത്, നിങ്ങൾ അറിയാത്തത്, നിങ്ങൾ അനുഭവിക്കാത്തത് ചിലതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. സൂപ്പർ നാച്ചുറൽ സംഭവിക്കും. സൂപ്പർ നാച്ചുറൽ എന്ന് കേൾക്കുമ്പോൾ ചിലർ നെറ്റി ഒളിക്കും, ചിലർ മുഖം മറയ്ക്കും. ഇതെന്തോ കുരുക്ക് പരിപാടിയാണ്, ഇതെന്തോ തന്ത്രമാണെന്നൊക്കെ പറയും. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈ വേദപുസ്തകം മുഴുവൻ സൂപ്പർ നാച്ചുറൽ അല്ലേ? ഏതെല്ലാം കാര്യങ്ങൾ നാം തിരിഞ്ഞു നോക്കിയാൽ അനേകായിരം സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ നടന്ന ഒരു പുസ്തകമാണ്. അതിൻ്റെ തെളിവാണ് ബൈബിൾ. ഞാൻ പുരുഷനെ അറിയായാൽ ഇതെങ്ങനെ സംഭവിക്കും? പുരുഷനെ അറിയാതെ ഒരു സ്ത്രീ പ്രസവിക്കുമോ? അത് അസാധ്യമായൊരു കാര്യമാണ്. പക്ഷേ ദൈവത്തിനെല്ലാം സാധ്യമാണ്. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ബുദ്ധിയിൽ നിങ്ങൾ ചിന്തിക്കുന്നു, ഇന്ന കാര്യം സാധിക്കുമോ? ഒരു സാധ്യതയുമില്ല, ഒരു പ്രതീക്ഷയുമില്ല. എൻ്റെ രോഗം മാറുമോ? സാധ്യതയില്ല. കാരണം ഡോക്ടർ പറഞ്ഞു ക്യാൻസറിൻ്റെ 4th സ്റ്റേജാണ്, ലിംഫോമ 4th B ആണ്. സാധ്യതയില്ല. ഡോക്ടർ പറഞ്ഞു 100 രോഗങ്ങൾ, 1,00,000 പേർക്ക് ഒരാൾക്ക് വരുന്ന രോഗമാണ്, ഇതിന് മരുന്ന് പോലും കണ്ടുപിടിച്ചിട്ടില്ല. ഡോക്ടർമാർ പറയുന്നു അസാധ്യമാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. മകനെ, നിൻ്റെ രോഗം എത്ര വലുതാണെങ്കിലും, എത്ര കഠിനമാണെങ്കിലും, എത്ര ആഴമേറിയതാണെങ്കിലും, എത്ര പഴയ രോഗമാണെങ്കിലും അത് മാറ്റാൻ യേശുവിന് കഴിയും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് യേശു. ചിലരെ കടബാധ്യതയിലേ നോക്കി പറയും, കർത്താവേ, എൻ്റെ സ്വത്ത് മുഴുവൻ വിറ്റാൽ പോലും തീരാത്ത വലിയ കടബാധ്യത, ഇതെങ്ങനെ തീരും? ഇതാരൊന്ന് തീർത്തു തരും? സാധ്യമല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. എന്നാൽ മകനെ, നിൻ്റെ കടബാധ്യത മാറ്റിത്തരാൻ യേശുവിന് കഴിയും. നമ്മുടെ ദൈവത്തിൻ്റെ പേര് സർവ്വസമ്പന്നൻ എന്നാണ്. രോഗം മാറ്റിത്തരാൻ യേശുവിന് കഴിയും. യേശു സൗഖ്യദായകനാണ്. ഹല്ലേലൂയ. യേശു അത്ഭുത മന്ത്രിയാണ്. ഞാൻ പുരുഷനറിയായാൽ ഇതെങ്ങനെ സംഭവിക്കും? ഇന്ന് നമ്മുടെ മുന്നിൽ ഒരു വലിയ ചോദ്യം ചിഹ്നം പോലെ കിടക്കുന്ന അനേകം അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കി തരാൻ യേശുവിന് കഴിയും. നിങ്ങൾ വിശ്വസിക്കൂ. ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ യേശുവിനോട് പറയൂ, എൻ്റെ ജീവിതത്തിൽ അസാധ്യമെന്ന് ഞാൻ എണ്ണിയത്, മറ്റുള്ളവരെണ്ണിയത്, അത് സാധ്യമാക്കി തരാൻ യേശുവിന് കഴിയും. എങ്ങനെ സാധിക്കും? ഇല്ലേ? മറിയ ചോദിച്ചു, ഞാൻ പുരുഷനറിയായാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ ആൻസർ കൊടുക്കുകയാണ്. മറിയ ക്വസ്റ്റ്യൻ പറയുകയാണ്, സംശയം പറയുകയാണ്. ഇതെങ്ങനെ സംഭവിക്കുക? അത്ഭുതമായി പറയുകയാണ്.
പക്ഷെ ദൂതൻ കറക്റ്റ് ആൻസർ കൊടുക്കുകയാണ്. അതെ, നമ്മുടെ ദൈവം കറക്റ്റ് ആൻസർ തരും. ഏത് ചോദ്യത്തിനും കറക്റ്റ് ഉത്തരം തരും. ഉത്തരം തരിക മാത്രമല്ല, പ്രാർത്ഥനയ്ക്ക് മറുപടിയും തരും. സ്തോത്രം. അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ഹല്ലേലൂയ. അത്യുന്നതന്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. എങ്ങനെയാണ് ഈ അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കുന്നത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമ്പോൾ, അത്യുന്നതന്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടുമ്പോൾ. അതേ, നമ്മുടെ ബുദ്ധിക്ക് അതീതമായി നമ്മുടെ ജീവിതത്തിൽ ദൈവിക വാഗ്ദത്തങ്ങളും ദൈവിക ദൂതുകളും നിറവേറുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്, അത്യുന്നതൻ്റെ ശക്തിയാലാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ സൂപ്പർ നാച്ചുറൽ തിങ്സ് സംഭവിക്കും. അസാധ്യമെന്ന് തോന്നും ഇല്ലേ? നമ്മുടെ ജീവിതത്തിൽ അനേകം ദൈവപ്രവൃത്തി കണ്ടും അനുഭവിച്ചുള്ള ദൈവമക്കൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് അത്ഭുതമാണ്. ഞാൻ പറയാം, ഞങ്ങളുടെ കുടുംബത്തിൽ 3 തലമുറകളായി ഭ്രാന്ത് ബാധിച്ച് തകർന്ന് തരിപ്പണമായി പോയ കുടുംബം, ഒരു നേരത്തെ ആഹാരത്തിന് മാർഗമില്ലാത്ത കുടുംബം, എല്ലാം കൊണ്ടും തകർന്ന കുടുംബം, ഞങ്ങളുടെ നാട്ടിലേക്കും വെച്ച് ഏറ്റവും തകർന്ന കുടുംബം. കർത്താവിന് സ്തോത്രം. എന്നാൽ ഇന്ന് ഞങ്ങളുടെ നാട്ടിലേക്കും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ കുടുംബം, ഏറ്റവും സുഭിക്ഷതയുള്ള കുടുംബം, ഏറ്റവും സമാധാന കുടുംബമായി ഞങ്ങളുടെ കുടുംബത്തെ കർത്താവ് തീർത്തു. അസാധ്യമായിരുന്നു, സാധ്യതയുണ്ടായിരുന്നില്ല. ഒരു നേരത്തെ ആഹാരത്തിന് മാർഗമില്ലാത്ത ഞങ്ങൾക്ക് എന്ത് സാധ്യത? ഞങ്ങളുടെ അപ്പൻ്റെ കുടുംബത്തിൽ ഭ്രാന്തിൻ്റെ ബാധ, പട്ടിണിയുടെ ബാധ. അമ്മയുടെ കുടുംബത്തിൽ ചെറുപ്പകാലം മുതൽ മരണം, പട്ടിണി, അവിടെ ഉണ്ടായിരുന്നു മാനസിക രോഗത്തിൻ്റെ ബാധ. 2 തകർന്ന കുടുംബങ്ങളിൽ നിന്ന് ജനിച്ച ഞങ്ങളുടെ മേൽ അനുഗ്രഹം വരാൻ സാധ്യതയില്ലായിരുന്നു, അസാധ്യമായിരുന്നു. എന്നാൽ ജീവനുള്ള ക്രിസ്തുവിൻ്റെ വചനം അസാധ്യങ്ങളെ സാധ്യമാക്കി തീർത്തു. ഇന്ന് ഐശ്വര്യം തന്നു, അഭിവൃദ്ധി തന്നു, ഉയർച്ച തന്നു, വളർച്ച തന്നു, ഉന്നതി തന്നു, എല്ലാം തന്നു. എന്നാൽ അതിലുപരിയായി യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവായി സ്വീകരിക്കാനുള്ള മഹാഭാഗ്യം തന്നു. കർത്താവിന് സ്തോത്രം. ആരാണ് തന്നത്? യേശു തന്നു. അതേ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച യേശു, മറിയുടെ മേൽ പ്രവർത്തിച്ച കർത്താവ് നിങ്ങളുടെ മേൽ പ്രവർത്തിക്കാൻ ശക്തിയുള്ള ദൈവമാണ്. എന്താണ് സംഭവിച്ചത്? നിന്റെ വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരി എലിസബത്ത് വാർദ്ധക്യത്തിൽ ഒരു മകന് ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ലല്ലോ. എവിടെയെങ്കിലും ഈ ഭൂമിയുടെ കോണിൽ എവിടെയെങ്കിലും നടന്ന ഒരേ ഒരു സംഭവമല്ല ഈ അസാധ്യമായ കാര്യം. അനേകായിരം ദൈവമക്കളുടെ ജീവിതത്തിൽ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അനേകായിരങ്ങൾക്ക് ദൈവം സാധിപ്പിച്ചു കൊടുത്ത അനേകം കാര്യങ്ങൾ, ഒരു കാര്യമല്ല, 100 കാര്യങ്ങൾ. അസാധ്യമെന്ന് എണ്ണി മാറ്റിയിട്ടിരുന്ന എത്രയോ കാര്യങ്ങളാണ് ദൈവം സാധ്യമാക്കി കൊടുത്തത്. ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ പകർന്നു തരട്ടെ. മകനെ, നിൻ്റെ പ്രശ്നങ്ങളിലേക്ക് നോക്കി നീ തളരണ്ട, വാടണ്ട, ഉലയണ്ട, നിരാശപ്പെടേണ്ട, തല കുമ്പിട്ടിരിക്കേണ്ട. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ജീവിക്കുന്നു. അനേകമായിരം അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കിയ ദൈവം മകനെ, പ്രിയമകനെ, നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. അങ്ങനെയാണ് യേശു ജനിക്കുന്നത്. സൂപ്പർ നാച്ചുറൽ. യൗവനക്കാരൻ നിൻ്റെ ജീവിതത്തിൽ ഒരു സൂപ്പർ നാച്ചുറൽ തിങ് സാധ്യമാണ്. ഇതുവരെ നിൻ്റെ ജീവിതം തീർന്നില്ലേ? എല്ലാം തീർന്നു എന്നാണ് നീ പറഞ്ഞത്. പക്ഷേ നിൻ്റെ ജീവിതം അഭിവൃദ്ധിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ, തളിർക്കാൻ പോകുന്നതേ ഉള്ളൂ, പുഷ്പിക്കാൻ പോകുന്നതേ ഉള്ളൂ, ഫലം കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. നിൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധി വരും, നിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും, നീ വലിയ ശുശ്രൂഷയിൽ തിളങ്ങാനിടയാകും. ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കും. മറക്കല്ലേ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നത ശക്തി നിൻ്റെ മേൽ നിലയിടും. അസാധ്യങ്ങളെ ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. അസാധ്യങ്ങളെ സാധിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ഈ സമയം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ശരണപ്പെടാം. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിൽ വന്ന് ഞങ്ങളുടെ മേൽ ബലം പകർന്ന്, ധൈര്യം പകർന്ന്, ശക്തി പകർന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ, അസാധ്യങ്ങളെ സാധ്യമാക്കണമേ. ഒരു രോഗസൗഖ്യം പകരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യം കർത്താവേ, പരിശുദ്ധാത്മാവ് ഇറങ്ങി സംഭവിക്കട്ടെ. ചില മാനസിക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അല്ലെങ്കിൽ ചില കിഡ്നി പ്രോബ്ലംസ് മാറട്ടെ. അല്ലെങ്കിൽ ചില കിഡ്നി സ്റ്റോണുകൾ കർത്താവേ അത് പൊട്ടി ഒഴുകി മാറട്ടെ. ചില ക്യാൻസർ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കട്ടെ. ചില കടബാധ്യതകൾ മാറട്ടെ. വലിയ കടക്കെണികളിൽ നിന്ന് ജനം മോചനം പ്രാപിക്കട്ടെ. ചിലർ രക്ഷിക്കപ്പെടട്ടെ, ചിലർക്ക് കുടുംബസമാധാനം ലഭിക്കട്ടെ.
ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അത്യുന്നതൻ്റെ ശക്തി, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നത ശക്തി നിൻ്റെ മേൽ നേരിടും. ആ മഹാഭാഗ്യം കർത്താവേ തിരുവചനം കേൾക്കുന്നവർ മാത്രമല്ല, അനേകായിരങ്ങളുടെ മേൽ പകരണമേ. അവിടുന്ന് പ്രവർത്തിക്കണമേ. അവിടുന്ന് ജീവനുള്ള ദൈവമാണെന്ന് അവിടുന്ന് തെളിയിക്കണമെന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. എല്ലാ മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശുക്രിസ്തുവിൻ അത്ഭുത നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ വിശ്വസിക്കൂ. എത്ര അസാധ്യമായ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് വന്നാൽ എല്ലാം സാധിക്കും. അത്യുന്നത ശക്തി വന്നാൽ സാധിക്കും. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് വരാൻ പ്രാർത്ഥിക്കൂ, കാത്തിരിക്കൂ, നിങ്ങളെ തന്നെ ഒരുക്കൂ, യേശുവിൻ്റെ കാര്യങ്ങളിലേക്ക് ജീവിതം കൊടുക്കൂ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങളുടെ പ്രെയർ വാരിയേഴ്സ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് നിങ്ങൾക്ക് ഉത്തരം തരും. കർത്താവ് അതിനിടയാക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.